വന്നോളും പണ്ടാരം. കയറ് കയറി പിടിച്ച് വായന്റെ പുന്നാര പഞ്ചായത്ത് പ്രസിഡന്റ് ദുശാസന കുറിപ്പ്. നന്ദി നന്ദി, എന്നെ രക്ഷിച്ച എന്റെ എല്ലാ പ്രിയപ്പെട്ട നാട്ടുകാർക്കും ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ദുശാസന കുറിപ്പിന്റെ നന്ദി നന്ദി. ഉടുമുണ്ട് നാളെ കേട്ടോന് വെറും കോണോനായാലും മതി പ്രസിഡന്റ്. ആരാത്? ആ വെള്ളപ്പരപ്പിലൊരു തല നീന്തി കയറി വരണത്. ഞാൻ കാതോരൻ, പഴയ പഞ്ചവടിപ്പാലം എന്ന സിനിമയിലെ കാതോരൻ. അതിന്റെ അവസാന രംഗം നിങ്ങളിപ്പോൾ ഇവിടെ കണ്ടതാണല്ലോ. ദുഷ്ടനായ പഞ്ചായത്ത് പ്രസിഡന്റ് ദുശാസന കുറിപ്പ് അടക്കമുള്ളവർ നീന്തിക്കയറിയെങ്കിൽ രക്ഷപ്പെട്ടു. പക്ഷേ ഉന്തുവണ്ടിയിലിരുന്ന് നിരങ്ങണ രണ്ടു കാലിലും ബലമില്ലാത്ത ഈ ഞാൻ വെള്ളത്തിൽ ഒലിച്ചു പോയെന്നാണ് സംവിധായകൻ നിങ്ങൾക്ക് കാട്ടിത്തന്നത്. പക്ഷേ ഞാനിങ്ങ് നീന്തിക്കയറിങ്ങി വന്നു. എന്തിനാന്നറിയോ? ഒരു പുതിയ പഞ്ചവടിപ്പാലം കാട്ടിത്തരാൻ. നോക്ക്, ആരാടോ വാതിലി മുട്ടണത്? പോലീസ്? അതാ ക്രൈംബ്രാഞ്ചാ? ഞാനിപ്പോ മന്ത്രിയല്ലടോ, മുൻമന്ത്രിയാണോ? ഒന്ന് പോടോ. സാറേ വാതിൽ തുറ. ഇത് ഞാനാ, സാറിന്റെ മുമ്പത്തെ സെക്രട്ടറി IAS. എന്നെ പിടിച്ച ഞാൻ തത്ത പറയും പോലെ പറയേ. എന്തൊക്കെയാന്ന് പറഞ്ഞത് വല്ല ബോധമുണ്ടോ? ഹലോ മിനിസ്റ്റർ ആണോ? നമ്മുടെ കൺട്രാക്ട് അങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടാ. പാലം പണിയെ പപ്പാതി പ്രമാണത്തിലാണ് നടക്കണമെന്ന് അറിയാല്ല. അതുകൊണ്ട് ലാഭമേ പാലത്തേക്കാൾ മീതെ പോണം കേട്ടാ. ലാഭം അത് ഈ കൺട്രാക്ട് ഏറ്റന്നെ. എടാ ബംഗാളി പയലേ, പാലത്തിന് തുട്ടണ കമ്പി സിമന്റ്, സിമന്റിന് പകരം മണല്, മണലിന് പകരം മണ്ണ്. കമ്പിയോ വേണ്ട മകനെ, പകരം മുളവാച്ച് വെച്ചേരേ. നിർമ്മിച്ചും പൊളിച്ചും വളരുന്ന ജനാധിപത്യം, അതിനിടയിൽ കോടികളുടെ ഇടപാടുകളും, ഒടുവിൽ വിഴുപ്പെല്ലാം കൊണ്ടിടാൻ ഒരൊട്ടകപ്പുറം. കോടതി വാരം പേറി തളർന്നെങ്കിലും ഇനിയും ഇതെല്ലാം കണ്ടു നിൽക്കാൻ ഈ കോടതിക്കാകില്ല. തകർന്നല്ലോ പഞ്ചവടിപ്പാലം. ഉത്തരവാദി ആര്? വാദം തുടരട്ടെ. ബഹുമാനപ്പെട്ട കോടതി ചില കാഴ്ചകൾ കാണാൻ ദയുണ്ടാകണം. അതാ പല തൂണുകളിലായി ഉയർന്നുറച്ചങ്ങനെ നിൽക്കുന്നു പഞ്ചവടിപ്പാലം. ഇതാ അന്നത്തെ ഗംഭീരമായ ഉദ്ഘാടന പ്രസംഗം. അപ്രിയമുള്ള നാട്ടുകാരെ, ജനാധിപത്യ സദ്ഭരണത്തിന്റെ അനശ്വര പ്രതീകമായി യുഗാവസാനം വരെ നീണ്ടു നിൽക്കാൻ പോകുന്ന ഈ നയന മനോഹരമായ പഞ്ചവടിപ്പാലം ഞാനിതാ യുവർ ഓണർ കാണുക. മന്ത്രി മുഖ്യനും മറ്റുദ്യോഗസ്ഥ പ്രമാണിമാരും അനേകം വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി പാലത്തിലൂടെ കടന്നുപോയിട്ടും പാലത്തിനൊരു കുലുക്കവുമില്ല. ഇനിയാണ് ശ്രദ്ധിച്ചു കാണേണ്ടത്. അതാ ഒരു ഇടജീവി അവന്റെ പാലത്തിലേക്ക് ഏന്തി വലിച്ചു കയറുക. പാലത്തിന്റെ ഒത്ത മധ്യത്തിൽ പാലം പൊളിഞ്ഞു. അതെ, അവനാണ് പാലം തകർത്തത്. ആ വോട്ടർ കാതോരൻ. അതെ, ഞാനാണ് പാലം തകർത്തത്. വോട്ടെടുപ്പ് ദിവസങ്ങളിൽ ഒഴിഞ്ഞ വയറുമായി ക്യൂവിൽ നിന്ന് സമ്മതിദാനം നിർവഹിക്കുന്ന പഴകുപ്പായ വിട്ട പാവം വോട്ടർ കാതോരൻ. പക്ഷേ ഞാനിനി ഒരു പാലം കൂടി തകർക്കും. ഇങ്ങ് വില്ലേജ് ഓഫീസ് മുതൽ അങ്ങ് സെക്രട്ടേറിയറ്റ് വരെയും അതിനപ്പുറത്തേക്ക് നീളുന്ന അഴിമതിയുടെ കറുത്തിരുണ്ട പാലം. ഇതാ ജടായുവിന് ചിറകെന്ന പോലെ എനിക്ക് ശക്തിയുള്ള കാലുകൾ മുളച്ചിരിക്കുന്നു. ഇതാ ഈ കാതോരൻ ഉയർത്തെഴുന്നേൽക്കുകയായി അധികാര അഹങ്കാരങ്ങളുടെ പാലം തകർക്കാൻ. വരില്ലേ എന്റെ കൂടെ? ഉറച്ച ചുവടോ
നന്ദി.